ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ അതിമനോഹരമായ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. ഞാനും അമ്പളിക്കുട്ടനും കൂടിയുള്ള യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണണം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വായോ, കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ കാറ്റാണ് പറയുന്നത്, കേൾക്കുമെന്നറിയില്ല. ഞങ്ങൾ വരാട്ടുമേടിലെത്തി. വരാട്ടുമേടിൽ ഇവിടെ കണ്ടില്ലേ, ഇതൊരു ഇനി അങ്ങോട്ട് നല്ല ഓഫ് റോഡ് വണ്ടികൾ കയറേണ്ടതാണ്. നമ്മുടെ വണ്ടി അത്ര ഓഫ് റോഡ് കിങ് അല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചു. അമ്പിളിക്കുട്ടം കുറച്ചുകൂടെ മേളിൽ കയറ്റും. ഒരടി പോലും വണ്ടി നീക്കാൻ പറ്റുന്നില്ല. ഈ വണ്ടിക്ക് ഭാരമുണ്ടല്ലോ. മഴയുള്ള സമയത്ത് ഇതിൽ കയറാൻ പറ്റില്ല, വെറുതെ ആവശ്യമില്ലാത്ത വെള്ളം. നമ്മളൊന്ന് ഊഹിക്കുക. എത്ര പേര് മറ്റേ വെള്ളച്ചാട്ടം അറിയാം ഫ്രണ്ട്സ്. അതാണ് വരാട്ടുമേട്. പാലൊഴുകും പാറ. പാലൊഴുകും പാറയുടെ അപ്പുറത്തെ ഒരു കലിങ്കല്ലേ കാണുന്നേ മേളില്. ഞങ്ങളിതാ സാഹസികമായിട്ടൊന്നുമല്ല, വെറുതെ സാധാരണ രീതിയിൽ നടന്നു പോവുക. അതിസാഹസികമായ യാത്രകൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കഴിഞ്ഞു. കാറ് പോവാന്ന് പറഞ്ഞാൽ ഏതാ? കാറും പോകുന്നു. ഇത് ജീപ്പ് പോയത്. ജീപ്പുകാരവിടെ കിടക്കുന്നുണ്ടല്ലേ. 10,000 രൂപ ആയിരിക്കും. 3000-ന് പോവോ ഈ റോഡ്? അത്ര മോശപ്പെട്ട റോഡാണ്. വലിയ കല്ലുകളാണ്. സത്യത്തിൽ ജീപ്പുകാരുടെ റോഡാണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായ രീതിയിൽ കുട്ടി വണ്ടികൾ ഇപ്പോൾ പോകുന്നതായിട്ട് കാണുന്നില്ലല്ലേ. പക്ഷെ എനിക്ക് ഓഫ് റോഡ് കയറണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി ഒരു കാര്യം, മനസ്സ് മടിച്ചോ അല്ലേ? മനസ്സിൻ്റെ ഒരു കളിയാണ് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഇല്ലെന്ന് പറയാം. അന്നേരം അത് വരുന്ന നഷ്ടങ്ങൾ നമ്മൾ വണ്ടി മറിഞ്ഞ് വീഴും. നമ്മുടെ ബോഡി നമ്മൾ നോക്കുക, വണ്ടി മറിഞ്ഞ് വീഴും. അപ്പം വണ്ടിയുടെ അവിടെ ഇവിടെ എല്ലാം കൂടെ ഒരു ഇതല്ലല്ലോ. വാഗമണിലെ പൈൻമരക്കാടുകളുടെ ഒരെൻഡ് ഈ റോഡിൻ്റെ അവിടെയാണ് അല്ലേ? 360 വ്യൂ ആണ് കേട്ടോ. സമ്മതിക്കണേ ഇത് സംഭവം. സത്യത്തിൽ നല്ല കിടിലോസ്കി കാറ്റാണ്. അങ്ങോട്ടായിരുന്നു പേടി വന്നേനെ, ഇങ്ങോട്ടാ കാറ്റടിക്കുന്നത്. ഇവിടെ പേടിയില്ല അല്ലേ? എന്തായാലും ഇത് തന്നെയായ പ്ലേസ് ആയത്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. സൂപ്പർ പ്ലേസ്. ഒന്നും ആയില്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇതിലെല്ലാം ബൈക്ക് ഇറങ്ങി പോകുന്ന അവിടെ അത്രയും ഭാഗം കയറിയാല് പിന്നെ വലിയ ഉണ്ട്. അത് അവിടെ പോകാനുള്ളത് നമുക്ക്. കെറ്റിക്കൊണ്ട് ഇറങ്ങി വന്നു. ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുവരുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ ആ റിസ്ക് ഒരു സ്ഥലം, അത് വലിയ പാറ. എനിക്കൊരു കുട്ടി ക്രാഷ് കാർഡ് അവർ തന്നു. അത് അവർ തരേണ്ടിയായിരുന്നു ക്രാഷ് കാർഡ്. എന്തൊക്കെ തന്നവര്? 2 തന്നു.
2 ഹെൽമെറ്റും തിരിച്ചു കൊടുത്തിട്ട് ക്രാഷ് കാർഡ് തന്നാന്ന് പറയാൻ പറ്റില്ല. നല്ല നട്ടുവച്ച സമയത്ത് വരാൻ പറ്റിയ സ്ഥലമല്ല ഇത് കേട്ടോ. കാരണം അന്യ ചൂടാണ്. അങ്ങനെ എന്നിട്ട് ഭയങ്കര വെയിൽ ചൂട്. പിന്നെ ഇവിടെ വരിക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം അല്ലേ, 5 മണിക്ക് ശേഷം വരാമോ. പക്ഷെ ദൂരെ നിന്നൊക്കെ വരുന്നവർ 5 മണിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ വരുമ്പോൾ കണ്ടിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ചൂടൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും കൂട്ടണ്ട. ഇവിടെ ഇരുന്ന് ഗ്യാലറിയിലിരുന്ന് വെള്ളച്ചാട്ടം കാണാം. അതെ അതെ അതെ. ഏയ് സാർ, ഒരു സംഭവം കാണിച്ചു തരാം. എന്താ യഥാർത്ഥത്തിൽ എന്താണ് ഇതിനെ ഉദ്ദേശിച്ചാ ഇങ്ങനെ ചെയ്തിരുന്നത്? ചീളുപാറ അല്ലേ? നൂറ്റാണ്ടുകളുടെ പഴക്കം ഇങ്ങനെ മണ്ണായിട്ട് മഴ പെയ്ത് ഉണ്ടോ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പാറകളായി ഈ കിടക്കുന്നൊക്കെ അത് കൊള്ളാം. പ്രകൃതിയുടെ ഓരോ കളികളെ ഇതാണ്ടൊക്കെ നിൽക്കുന്നത്. ടെൻ്റ് ടെൻ്റ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ടെൻ്റ് അടിക്കായിരുന്നു. ടെൻ്റൊക്കെ അടിച്ചൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമായിരുന്നു. നമ്മുടെ തീരുമാനം മുഴുവൻ വാഗാവനമായിരുന്നല്ലോ. ഇങ്ങനായി തീർന്നു. വാഗാവനം ഇങ്ങനാക്കി തീർത്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഇങ്ങനാക്കി തീർക്കാൻ കൂട്ടുനിന്ന അമ്പലക്കുട്ടന് നന്ദി. എന്തിയാ പൈൻമരക്കാട് എന്തിയെ? അവിടെയല്ലേ. ഇത് മറ്റേ ഇതിലേ പോകാം നമുക്ക്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നല്ല രസമാണ്. നിൽക്കുവാനേറെ ദൂരമുണ്ട്, അല്ല നടക്കുവാനേറെ ദൂരമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനെ ഞങ്ങളിതുപോലെ അടുത്ത് പോയപ്പോഴേ അവിടെ ഒരു മുള്ളംപന്നിയുടെ മുള്ള് കിട്ടി. എന്നോട് ഒരു ഇതാണ്ടിട്ടുണ്ട് അടിപൊളി സാധനം. ഞാൻ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഈ ബാഗല്ല, വേറൊരു ബാഗ്. ആ ബാഗിനകത്ത് ഞങ്ങൾ പിന്നെ അത് വിട്ടു, നിങ്ങൾ മറന്നുപോയി. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് വന്ന എരുമേലി വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ആവശ്യത്തിന് സായുധനം എടുക്കാനായിട്ട് ഞാൻ അതിനകത്തോട്ട് കൈയിടും. അവിടെ നിന്ന് 2 ദുരയം വിളിച്ചു. പുള്ളി ഇത് പുറകിട്ട് കാര്യം നമ്മൾ അറിയുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇവിടെ തേയില വെച്ചില്ല, കൃഷി വെച്ചില്ല, ഒന്നും വെച്ചില്ല. ആരും കൊണ്ടായിരിക്കാം അല്ലേ? പണ്ട് ഭൂമി അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ കിടക്കുന്നത്. സർക്കാർ ഭൂമി ആയതുകൊണ്ട് ഈ വലിയൊരു മല ഇങ്ങനെ കിടക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നേരത്തെ മുന്നേ വാഗമണ്ണിൽ കയറിയിട്ടില്ല. ആ വഴി കൂടി ഇങ്ങനെ പോയി. ഇനി ഇവിടെ വന്നിട്ടില്ലായിരുന്നു. ഇനിയും ഈ ഉറപ്പിനൊരു വരാട്ടുമേടിൻ്റെ ഐക്യം എന്ന് പറയുന്നത് അതാണ്. അതെ, നമ്മളത് നോക്കിയേ, അതിനത് കായ കുറച്ചോ ഇത്രയേ ഉള്ളൂ ആ പാറപ്പുറത്തുനിന്ന്. വാവ്, ഇതുണ്ടോ? അതിലല്ലേ നമ്മൾ വന്നേ? മറ്റേ ചേച്ചി പറഞ്ഞ എവിടെ നിന്നാണ് ആരോ വീണു.
കാറ്റ് ഇങ്ങോട്ടാണ് ഇവിടെ നിൽക്കരുത്, അങ്ങോട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തങ്ങി വരുമ്പോൾ നോക്കണേ. ഞാൻ ആദ്യം വണ്ടി കയറ്റി അതല്ല ചേച്ചി അവിടെ പോയത്. അന്നേരം പുള്ളിക്കാർ പറഞ്ഞു അപ്പുറത്തൂടാ. അല്ലേ, വെട്ടുവെല്ലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വരത്തില്ലേ? 4 പേരുടെ കാര്യമുള്ളൂ, 2 പേര് താഴെ നടുക്ക് വേണം ഒരാളോട് പൊളിയായിരിക്കും. ഇപ്പം നമുക്കൊരു വെണ്ടുമൽ, കേരളത്തിൻ്റെ ഒരു വെണ്ടുമൽ എന്ന് പറയുന്നത് ചട്ടപ്പാറയിലെ വെണ്ടുമലുള്ളൂ. പിന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടിവാരം അവിടെ ഉണ്ടൊരു, അല്ല അത് തമിഴ്നാട്, അതിനിപ്പുറം നമ്മുടെ ഇപ്പോൾ മഴയും വെള്ളവും ആ അതെ അതെ. അവർ കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കൃഷിക്ക് ഉപയോഗിച്ച് കണ്ടു ഉൽപ്പാദിപ്പിക്കും. മുല്ലപ്പെരിയാറ് ഈ മലയുടെ മുകൾ ഭാഗത്തിന് മാത്രമേ മാറ്റമുള്ളൂ, ബാക്കി കാഴ്ചകളെല്ലാം ഒതുക്കുന്നത് അല്ലേ. ഈ മലയിൽ എവിടെ വന്നാലും 360 പോയാ ഇടിമിന്നലുള്ളപ്പോൾ ഇവിടെ നിൽക്കാനേ പറ്റില്ല. ഇതിവിടെ ഈ മാർക്കിങ് ഇത് കണ്ടോ, ഡെവിൾസ് കിച്ചൺ കാണുന്നവാ. സാത്താൻ്റെ അടുക്കള. അങ്ങനെ ഇതാ എത്തിക്കഴിഞ്ഞു ജീപ്പ്. ഈ വഴി ഏലപ്പാറ ടൗണിൽ നിന്ന് ഇച്ചിരി മുന്നോട്ട് ചെന്നിട്ട് മേളിലോട്ട് വഴിയുണ്ട്. ആ വഴിയാണ് ഇവിടെ. അവിടെ ആ വണ്ടികൾ കിടക്കുന്നില്ലേ, അവിടെ വന്ന് ഞാൻ മഴ സമയത്ത് അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് അവിടെ ഒരു തടിപ്പാലമുണ്ട്, ആ തടിപ്പാലത്തെ കൂടി ഇക്കരെ കയറി അവിടെയൊക്കെ വീഡിയോ എടുക്കും.
പ്രയാസമായി ഈ ജീപ്പ് ഇതിൽ വരാനല്ലേ. ഇതുപോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതാ കണ്ട, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പ്ലാസ്റ്റിക് അലുവ, പ്ലാസ്റ്റിക് കവറുകൾ, മിച്ചറൊക്കെ മേടിച്ചോണ്ട് വന്ന് പ്ലാസ്റ്റിക് അവിടെ ഇട്ടിട്ട് പോകും. ഇതാണ് നമ്മുടെ സവാരി വിളിച്ച ഈ വഴിയൊക്കെ ജീപ്പിന് ഈസിയാ. ചീള് കേസ് താറാതെ പോയി, അതും താറല്ലേ, അത് വലിയ സാധനം താറ. അപ്പോൾ ഒരു താറെടുക്കാതെ തന്നെ ജീപ്പൻ താട്ട് പോവാ പുള്ളി. അല്ലല്ല, താഴെ പോവാ. ഫ്രണ്ട്സ്, അപ്പം വരാട്ടുമേടിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കുറേ നേരമായി ഞങ്ങൾ അവിടെ കറങ്ങി അങ്ങോട്ട് നടന്നു. അതിൻ്റെ ജീപ്പുകാർ വന്നു, ജീപ്പൊക്കെ ഒരു ഇതിലെ കയറ്റി ജണ്ട കെട്ടി. ജണ്ട ഇത് ഭയങ്കര സർക്കാർ ഭൂമി, അങ്ങനെയാണ്. ഇച്ചിരി പാടാം, അത് ഇച്ചിരി പാടാം. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നായിരിക്കും അല്ലേ? എന്തുവാ കുഴിയ നല്ല കുഴിയായിരുന്നു. അവിടെ നല്ല ആഴമുണ്ട്, കിണറാന്ന് തോന്നുന്നത്. ഫ്രണ്ട്സ്, അപ്പം വരാട്ടുമേട് ഞാനും അമ്പളിക്കുട്ടനും കൂടെ വരാട്ടുമേട് കീഴടക്കിയിരിക്കുന്നു. വരാട്ടുമേടിൽ വന്നില്ല എന്നുള്ളൊരു പരാതി എത്തുന്നുണ്ടിരിക്കുന്നു. അപ്പോൾ വേറൊരു വിഷമം അതുപോലെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചതും മാപ്പിട്ട് വന്നതായ സ്ഥലം ഞങ്ങൾക്ക് മിസ്സായി. അവിടെ സമയം പോയതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. അത് മാത്രമാണ് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട്. വാഗാവനം ട്രക്കിംഗ്, വാഗാവനം വിണ്ടിവാക്ക് എന്ന് പറയും. അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞാനത് എനിക്ക് തോന്നുന്നത് എനിക്ക് നാലാമത്തെ അഞ്ചാമത്തെ തവണയാണ് അവിടേക്ക് ട്രൈ ചെയ്യുന്നത്. ഒരു തവണ പോലും പണ്ടിങ്ങനെ യാത്ര ചെയ്യുന്ന പറഞ്ഞില്ലേ, അവിടെ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടിട്ട് വന്നതാ. സമയം പോയുണ്ട്, തിരിച്ചു പോകണം. പിന്നെ ഈ ലോക്കൽസിനൊന്നും, ഈ ആ പ്രദേശത്തുള്ള ലോക്കലായിട്ടുള്ള മനുഷ്യർക്കൊന്നും അറിയത്തില്ല ഈ വിണ്ടിവാക്കെന്ന് പറഞ്ഞാൽ. വാഗാവനോ അതെവിടാന്ന് ചോദിക്കുന്നത്, എന്നോട് ചോദിച്ചു. വാഗാവനോ അതെവിടാ? അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ. അവർക്കറിയാം, അവരൊന്ന് ചെയ്തിരുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്നേ ഞാൻ പോയിരുന്നു. പക്ഷെ എനിക്ക് റൂട്ട് മാപ്പ് പോയി കിട്ടിയില്ല. കുറെ കഴിയുമ്പോഴേ മാപ്പൊക്കെ അങ്ങ് ഓഫാവും, നെറ്റൊക്കെ ഇല്ല. ഇതൊക്കെ സ്ഥലം കുറ്റമരം റോഡിന് ഭാഗത്തൊക്കെ കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കഴിക്കാം. ഈ റോഡല്ല അവിടെ ഇപ്പം തീരുമാനമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല. ഇനി നമുക്ക് ഇറങ്ങാൻ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ ഇറക്കം 1-2 സ്ഥലം ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലം അല്ലേ? അതെ, ബൈക്ക് ഇറക്കാം.
നല്ല കട്ടറൊക്കെ ഉള്ള ഏരിയ ആണ്. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with. Now they... ഒരു പ്രസാദ് ഒരു വിഭാഗം എടുത്ത് തിരുമാനത്തെ ചാനൽ ആ അവൻ കളിച്ചില്ല. അരമണിയായല്ലേ. ഹെൽമെറ്റ് വെക്കുന്നത് ഇത് തന്നെയാണ്. അല്ലല്ല അത് വേറെ ക്യാമറ ഇനിയുണ്ട് കട വീട്ടിൽ ഇരിക്കും. എന്റെ ബൈക്കിന് കാവല് കണ്ട, എന്റെ ബൈക്കിന് കാവല് നിൽക്കുന്ന കണ്ട ആൾക്കാർ. ഇത്ര വണ്ടിയാ ഇവിടെയൊക്കെ. കോടയാണെങ്കിലേ ഒന്നും കാണത്തില്ല, ഇറക്കാനും പാടാ. നമുക്കൊന്നും നമ്മൾ വെറുതെ വന്നിട്ട് തണുപ്പടിച്ചിട്ട് പോകാന്നേ ഉള്ളൂ. ഒന്നും കാണാം. ഈ വണ്ടി കയറ്റിയവര് അങ്ങനെ കയറ്റിയതിന് കാര്യം അത് ഭയങ്കര വേണേ മാറ്റിക്കൊണ്ട് പോകും. വരാട്ടുമേടിലെ ഉരുളം കല്ലുകൾ, ഇതിന്റെ വീഡിയോ നമ്മൾ എടുക്കും. Capture it, you got one life to master it. Don't give up on your future. We all start losers. We're all late bloomers. Gotta struggle through the sewer. What you say? Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yeah, I'ma do it my way. ഇതിന് മൈലേജ് എങ്ങനെയുണ്ട്? ആ ഇപ്പൊ ഇതിന് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ 53 കിട്ടി കേട്ടോ. കാണിക്കോ അത്? ആ കാണിക്കാതെ ഇത് കാണിക്കല്ലേ. അതിന്റെ ഭയങ്കര അടിപൊളി സാധനം കാണണം. എല്ലാം ഉണ്ട് അതില്. അമ്പിളിക്കുട്ടന്റെ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്ന